എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വീട്ടിലുണ്ടായ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ. സാധാരണ ഈ കളറും മറ്റേ കളർ അങ്ങനെ സിംഗിൾ കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ മിക്സ് ആയിട്ടൊരു പൂ വിരിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വൈകുന്നേരത്തേക്കുള്ള ഒരു കൽത്തപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കൽത്തപ്പം സാധാരണ കുക്കറിലൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ സ്റ്റീലിൻ്റെ കുക്കറുകളാണ്. ഞാൻ അലുമിനിയം കുക്കറൊക്കെ മാറ്റി, അത് ഓൾറെഡി കേടായിട്ടും പിന്നെ അലുമിനിയം കുക്കർ ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നമ്മൾ പിന്നെ വാങ്ങിച്ചതൊക്കെ സ്റ്റീലിൻ്റെ കുക്കറുകളാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറുകളൊക്കെ അടിപൊളിയാണ്, എല്ലാ കാര്യത്തിലും നല്ല ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ സ്റ്റീലിൻ്റെ കുക്കറിൽ വെച്ചാൽ എപ്പോഴും അടി പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ വീണയുടെ വീഡിയോയിൽ ഒരിക്കൽ ശ്രദ്ധിക്കണേ, അത് സ്റ്റീലിൻ്റെ കുക്കറിൽ വെച്ചാൽ അടി പിടിക്കും, നേരെ മറിച്ച് അലുമിനിയം കുക്കറാകുമ്പോൾ ഒട്ടും അടി പിടിക്കാതെ കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അലുമിനിയം കുക്കർ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ അല്ല, സെറാമിക്കിൻ്റെയാണ്. നോൺ സ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. അങ്ങനെ കളറൊന്നും അങ്ങനെ എന്താ പറയുക, സ്ക്രാച്ചൊന്നും വീണൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ മറ്റേ ഉപയോഗം സെയിമൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൽത്തപ്പം ഉണ്ടാക്കാൻ തോന്നി. ഇവിടെ കൽത്തപ്പത്തിൻ്റെ വലിയൊരു ആരാധകനുണ്ട്, വേറെ ആരുമല്ല, ലച്ചുവാണ് കേട്ടോ. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കൽത്തപ്പം. മാളുവിന് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ആ ഉള്ളി മൂപ്പിച്ച ഒരു മണം ഉണ്ടാവുമല്ലോ, അത് ശരിക്കും അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പക്ഷെ അവൾക്കത് ഇഷ്ടമില്ല. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ ഞാൻ മാളുവിൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഭരതൻ്റെ പാപ്പൻ്റെ മോളുണ്ട്, സുനിതേച്ചി. അപ്പോൾ ആൾക്ക് കോഴിക്കോടാണ് ജോലി, ഡെയിലി ട്രെയിനിൽ പോയി വരികയാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ പ്രഗ്നൻ്റായി, അത് സാധാരണ എല്ലാവരും 9-ാം മാസം നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ആണല്ലോ വല്ലതൊക്കെ കൊടുന്നു തരിക. പക്ഷേ സുനിതേച്ചി എനിക്കൊരു 6-6.5 മാസമൊക്കെ ഉള്ള സമയത്ത് ഒരു ദിവസം ഇതുപോലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്കൊരു കൽത്തപ്പം മേടിച്ചു കൊടുത്തു. അവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ തൃശ്ശൂർ വെള്ളയപ്പങ്ങാടിയുള്ള പോലെയൊക്കെ അവിടെ കുറേ പേരിങ്ങനെ സാധാരണ മൺകലത്തിൽ, ട്രഡീഷണലായ രീതിയിൽ മൺകലത്തിൽ അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അത് കഴിച്ചതിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. കാരണം അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഇനി ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചില ഫുഡിനോട് ഇഷ്ടം തോന്നുന്നു, അങ്ങനെയൊന്നുമല്ല. ഞാൻ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുകയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നെന്ന് വെച്ചാൽ 2003 ആയിരിക്കും. അന്ന് നമുക്കങ്ങനെ യൂട്യൂബൊന്നുമില്ല. പെട്ടെന്ന് ഇപ്പോൾ ഒരു റെസിപ്പീൻ്റെ ഇത് കേട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയാനുള്ള മാർഗ്ഗമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ സുന്ദേച്ചിയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടാക്കി. അപ്പോൾ നെയ്യിൻ്റെ മണം, ഉള്ളിയുടെ മണം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതങ്ങനെ കട്ടിയൊന്നും വേണ്ട, കൈ കൊണ്ട് അങ്ങനെ നമുക്കിങ്ങനെ വിടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിറയെ ആരെടുത്തിട്ട് നല്ല ഭംഗിയിൽ. അപ്പോൾ ഈ ടെക്സ്ചറൊക്കെ ഇതെങ്ങനെയാണ് വരണേ എന്നൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ, അരി വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇത്. അരിപ്പൊടി കൊണ്ടും അരി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. അവിടെ പക്ഷേ നല്ലോണം ചിലവുണ്ട്, ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പോൾ അവർ വിറകടുപ്പിൽ മൺകലത്തിലൊക്കെയാണ് ഇത്ര ഇതുണ്ടാക്കുക. അങ്ങനെ തന്നെയാണ് പണ്ട് കാലത്ത് ഉണ്ടാക്കണത്. ഇപ്പോൾ ഒക്കെ നമ്മൾ എളുപ്പത്തിനൊക്കെ വേണ്ടി കുക്കറിലും അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വെക്കണ പോലെ ചിലർ പഴയ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടാവുമല്ലോ, അത് സ്റ്റൗവിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുക്കർ കയറ്റി വെച്ചിട്ടൊക്കെ അത് കണ്ടിട്ട് ഞാനും ചെയ്ത് നോക്കി. അപ്പോഴും എനിക്കിങ്ങനെ അടി പിടിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇതിൽ ചെയ്യുമ്പോൾ ഒട്ടും അടി പിടിക്കണമൊന്നുമില്ല. ഇനി ഒരു സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ കുക്കറൊക്കെ എപ്പോഴെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു കേക്കിൻ്റെ ഷേപ്പിൽ അങ്ങനെ വരുമല്ലോ അതിലാവുമ്പോൾ. ഇതിലിങ്ങനെ വട്ടത്തിൽ വരണമെന്നുള്ളൂ, വേറെ ടെക്സ്ചറിനോ അതുപോലെ ടേസ്റ്റിനോ മണത്തിനോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്കിങ്ങനെ എടുക്കാൻ കിട്ടാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഇങ്ങനെ അടിയിൽ നിന്ന് പിക്കി അങ്ങ് എടുക്കാൻ പറ്റും കേട്ടോ. അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നാ കണ്ടോ, എവിടെയും അങ്ങനെ പാത്രത്തിൽ പിടിച്ചിട്ടോ ഒന്നുമില്ല. അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചെറിയ തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ നാളികേരം ഒക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മണവും അതിങ്ങനെ മുകളിലും അതുപോലെ താഴത്തും ഒക്കെ ഇങ്ങനെ ഡിസൈനായിട്ടും അത് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. കണ്ടോ, അത്യാവശ്യം അതിൻ്റെ ഒരു ആരൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് ഇത്രയ്ക്കുള്ള ഉയരമല്ലേ ഉള്ളൂ, കുറച്ചും കൂടിയും ഡെപ്തുള്ളൊരു പാത്രത്തിലാണ് ഒഴിച്ചതെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഉയരത്തിൽ കിട്ടിയേനെ. അപ്പോൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന് വെക്കേഷൻ തീരാറാവും ചെയ്തുല്ലോ. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ ബീച്ചിലൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാന നിമിഷത്തിൽ തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ചൊക്കെ ഒന്ന്
ഇത്രയ്ക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ട്രിപ്പ് പിള്ളേരൊക്കെ കൂടി നന്നായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷമാണ് വീണ്ടും ഞാൻ ഭരതൻ്റെ കയ്യിലാണ് ബാഗും ഫോണൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫോൺ വാങ്ങിച്ചു കൊടുന്ന് ഞങ്ങൾ വീഡിയോ പിടിക്കുക. ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സൊക്കെ അങ്ങനെ പാറി പറന്ന് പോവുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഡ്രസ്സൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വെക്കേഷൻ കഴിയാറായതുകൊണ്ട് തന്നെ ഒരുപാട് ആ ബാക്കിലുള്ള ചേട്ടൻ്റെ കയ്യിലുള്ളിൽ ഒരു 6 മാസം പോലും ആവാത്തൊരു കുട്ടിയേട്ടാ. ആ കുട്ടീനെ കൊണ്ടുവന്ന് കടൽ കാണിക്കുകയാണ്. പക്ഷേ സ്നേഹതീരം എന്ന് പറഞ്ഞാൽ ആ വാക്ക് പേര് പോലെ തന്നെയാണ്. ഇവിടുത്തെ തിരമാലകൾക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. വളരെ പതുക്കെ സൗമ്യമായിട്ട് അങ്ങ് വന്ന് നമ്മുടെ മേലിങ്ങനെ തൊട്ട് ഒരുമി പോവുകയുള്ളൂ. ഞങ്ങൾ ഇതിന് മുമ്പ് ചാവക്കാടൊക്കെ പോയ സമയത്ത് അവിടെ ഒരുമാതിരി ഭയങ്കര ഹെവി ആയിട്ടുള്ള തിരമാലയാണ്. അതും കുറേ ഇങ്ങനെ ചണ്ടിയൊക്കെ ഉണ്ടാവില്ലേ, പായൽ, കുളവാഴ പോലത്തെ കുറേ അങ്ങനത്തെ ചെടികളും മണലും ഒക്കെ കൂടി അങ്ങോട്ട് മിക്സാക്കിയിട്ട് കലങ്ങിയ ഒരു അതും ഭയങ്കര ഫോഴ്സിൽ വന്ന് നമ്മളെ കാല വരി നിലത്തടിക്കുന്നുള്ള പോലെ അത്ര ഫോഴ്സിലാണ് തിരമാലയൊക്കെ വന്നിരുന്നത്. അതും ഭയങ്കര കലങ്ങിയ ടൈപ്പ്. ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ശാന്തമായിട്ടാണ് വെള്ളം വരാൻ. ഇവിടെ നിറയെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഞാൻ ലച്ചുവിനെയും മാളുവിനെയും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവർ മാത്രമേ ഉള്ളൂ ഇവിടെ എന്നുള്ള രീതിയിൽ അവരെ മാത്രം വരണ രീതിയിലൊക്കെയുള്ള വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ കളിപ്പാട്ടങ്ങളും ബലൂണ് PP സംഭവങ്ങളും അതുപോലെ തന്നെ ഈ കടലിൽ ഈ മണ്ണെടുത്തിട്ട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കാനുള്ള ഷേപ്സ് ആ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചാവക്കാട് എന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ നമുക്കപ്പോൾ തന്നെ പ്രിൻ്റ് തരണ കുറച്ച് പേരിങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അതാണെങ്കിൽ ഞാനാകെ നനഞ്ഞിട്ടുള്ള സമയം ഞാൻ പറഞ്ഞില്ലേ, അവർ നമ്മളെ കാലവരി നിലത്തടിക്കുന്നത്. ഇത് തിരമാല വന്ന് തട്ടിയിടും. അത് കൂടാതെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ഇങ്ങനെ പൊങ്ങി താഴുന്നുണ്ട്. ഇപ്പോൾ പേടിച്ചിട്ട് ഞാനത് കണ്ട പേടിയിൽ ഞാൻ അവിടെ വീണു. വീണ് കഴിഞ്ഞിട്ടാണ് ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിക്കണേ. അപ്പം ഞാൻ വേഗം ഡ്രസ്സൊക്കെ നേരെയാക്കി, പാൻറ്റൊക്കെ ആകെ നനഞ്ഞ് കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ബീച്ചിൽ പോയിട്ട് വരുമ്പോൾ എപ്പോഴും മീൻ വാങ്ങൽ നമുക്ക് നിർബന്ധമാണ്. കാരണം നല്ല ഫ്രഷ് മീൻ കിട്ടും. ഇത് നെയ്മീനാണ്. ഇത് ഓൾറെഡി അവർ കട്ട് ചെയ്ത് തന്നതാട്ടോ. ഇത് ഞാൻ ഇത്ര ഭംഗിയിൽ എനിക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അവർ ഓൾറെഡി നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒന്നും കൂടി ഒന്ന് ഉപ്പിട്ട് ഉരച്ച് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പോകാനുള്ള അഴുക്കൊക്കെ മാറ്റി കളഞ്ഞ് നന്നായി 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഉപ്പുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടി മാറ്റി വെച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ഇത് വെലൂരി എന്ന് പറയുന്ന ചെറിയ ടൈപ്പ് മീനാണ്. ഇതിങ്ങനെ ഉപ്പിട്ടിട്ട് ഉരസിയാൽ മതി. പക്ഷേ നമുക്ക് കയ്യിന് ഇത്തിരി ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ മീൻ്റെയും പുറത്തായിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട്. അത് നല്ല ഷാർപ്പുമാണ്. നമ്മുടെ ചൂടാന്ന് പറയണ നത്തോലി ആ മീനിന് അങ്ങനെ പുറത്തൊരു ഇതില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഉപ്പിട്ടിട്ട് വരയ്ക്കുക കുറേയൊക്കെ ചെതുമ്പിൽ അങ്ങനെ പോകും. പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി ഫ്ലഷ് ഉണ്ട്, കുറച്ചുകൂടി വലിപ്പമൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഈ പുറത്തത്തെ ഇത് കുത്തണ കാരണേ അപ്പം ഞാൻ പിന്നെ കത്രിക വെച്ചിട്ട് അതിൻ്റെ പുറത്തെയും ചിറകും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ക്ലീനാക്കി എടുത്തു. ഇത് 1/2 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഭരതൻ പറഞ്ഞു കുറച്ചെടുത്തിട്ടൊന്ന് കറി വയ്ക്കാം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് കറിയൊക്കെ വെച്ച് ഉപ്പേരിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭരതന് കുറച്ച് കറി വയ്ക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കുറച്ച് വെച്ചാൽ മതി, മറ്റേത് നാളെ വേറെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ വറക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ അല്ലെങ്കിൽ മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മീൻ വറുത്തതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ പക്ഷേ ഭരതന് മീൻ വറുത്തതിനായിട്ടും താല്പര്യം ഇങ്ങനെ കറി വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി കുറച്ച് കറിയും വയ്ക്കാം, കുറച്ച് എടുത്ത് വറക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ വെളൂരി ആയാലും വറക്കാനാണ് ഉദ്ദേശിച്ചത്. അത് കറി വയ്ക്കാനല്ല. നമുക്ക് അത് ഈ പറഞ്ഞ പോലെ പച്ചക്കറിയുടെ എന്തെങ്കിലും കറിയുടെ ഒപ്പം ഗ്രേവിയുള്ള കറിയുടെ ഒപ്പം അത് കൂടി കഴിക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാങ്ങ കിട്ടുകയാണെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കുക. വെളൂരി ചൂട അങ്ങനത്തെയൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ കറിയിലേക്ക് ആ ഗ്രേവിയിലേക്കും ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി അത്രേ ഇട്ട് കൊടുത്തുള്ളൂ, മഞ്ഞൾപ്പൊടിയും. പിന്നെ ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്യണ സമയം കൊണ്ട് മാളു ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് കുറച്ച് മുളക്, ഇഞ്ചി, ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലീനാക്കി തന്നു. തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് കുടപ്പുളിയൊക്കെ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും
അവൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പിന്നെ ചോറ് വാർക്കൽ പപ്പടം കാച്ചലും കാര്യങ്ങളൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കറി ഇപ്പോൾ വയ്ക്കുന്നുള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആവോലി അവർ ക്ലീൻ ചെയ്തിട്ടാണ് തന്നത്. നമ്മൾ എത്ര സമയം എടുത്തിട്ടൊക്കെ നന്നാക്കാം. പിന്നെ അതിലൊന്നും അധികം ചെതമ്പലുണ്ടാവില്ലല്ലോ. അതിൻ്റെ പുറത്ത് ചെറിയൊരു സിൽവർ കളറിലുള്ളൊരു ചെറിയ കോട്ടിങ് ഉണ്ടാവും. അത് നന്നായിട്ട് നമ്മൾ ഉപ്പിട്ട് ഉരച്ച് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ ആ ചേട്ടനൊക്കെ ടപ്പട്ടപ്പം തന്നെ പറഞ്ഞ നേരം കൊണ്ട് മീൻ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. അവിടെ ഇങ്ങനെ കടപ്പുറത്തൊക്കെ ആകുമ്പോൾ അവിടെ തൊട്ടടുത്തല്ലെങ്കിലും കുറച്ച് നീങ്ങിയിട്ടൊക്കെ ഇങ്ങനെ കടകളിൽ ഫ്രഷ് ആയിട്ടുള്ള നല്ല മീൻ കിട്ടും. ഐസിടാത്ത നല്ല പിടയ്ക്കണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നല്ല ഇതായിരിക്കും. അതുപോലെ ഫ്ലഷ് ഒന്നും ഒട്ടും കേട് വന്നിട്ടുണ്ടാവില്ല. പിന്നെ അവരെ കത്തിയൊക്കെ നല്ല ഷാർപ്പാണ് കേട്ടോ. അവരെ കത്തി വെച്ചിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ കത്തി എടുത്തിട്ട് അങ്ങനെയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ആദ്യം കൈ മുറിയും, പിന്നെ വേറെ ഏതെങ്കിലും വിരലിൻ്റെ സൈഡ് മുറിയും, അതൊക്കെ കഴിഞ്ഞിട്ട് മീൻ മുറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇത്ര ഈസി ആയിട്ടാണ് അവർ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ചടപടയിൽ തന്നെ മീനൊക്കെ നന്നാക്കി തരണേ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് പെട്ടെന്ന് തേങ്ങ ചിരകി എടുക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വേഗം ഒന്ന് പൂള് കുത്തിയെടുത്തിട്ട് മിക്സിയിലൊന്ന് 2 കറക്ക് കറക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കറക്കി കുറച്ച് തേങ്ങാപ്പാലുണ്ടാക്കി അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടിയും ഇതെല്ലാതും ഒന്ന് മയപ്പെട്ട് വരാൻ നല്ലതാണ്. അവസാനം കുറച്ച് ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കും, അവസാനിപ്പിക്കും കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉള്ളി ഒന്ന് ഇത്തിരി മൂപ്പിക്കണ രീതിയിലൊന്ന് ഇട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് സാധാരണ നീളത്തിലരിഞ്ഞ് ഉള്ളി, ഇഞ്ചി, കറിവേപ്പില അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഇളക്കണമൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഉടയണ ടൈപ്പല്ല, ഇത്തിരി ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടുള്ള പീസസാണ്. അപ്പോൾ അങ്ങനെ ഉടയും കാര്യങ്ങളൊന്നുമില്ല. ഇതാ കണ്ടില്ലേ, ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് ഒന്ന് പറ്റി വന്നപ്പോൾ ഇത്തിരി മുകളിലൊക്കെ വെള്ളം തെളിഞ്ഞ് നിൽക്കണം. വല്ലാണ്ട് പറ്റിച്ചിട്ടുള്ള കറിയൊന്നുമല്ല കേട്ടോ, ഇത്തിരി ചാറുള്ള കറി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റവ് ഓഫാക്കി കഴിഞ്ഞിട്ടും ആ ഒരു പാത്രത്തിൻ്റെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വറുക്കാനാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ച് പീസ് എടുത്ത് വറുക്കാം. ബാക്കിയുള്ളത് 2-3 പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത് വയ്ക്കുമ്പോൾ അങ്ങനെയാണ് വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കുറച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഒക്കെ കൂടി ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുത്ത് അത് ഫുള്ള് തണുപ്പ് പിടിച്ച് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് ബാക്കിയുള്ളത് വീണ്ടും ഫ്രീസ് ചെയ്യാൻ കയറ്റും. അപ്പം അതത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ആവശ്യക്ക് എത്ര വേണം എന്ന് കണക്കാക്കിയിട്ട് അതിനായിട്ടുള്ളത് മാറി പല പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക കേട്ടോ. എനിക്ക് ഈ മീൻ വറക്കണം അരപ്പിൽ ഒരുപാട് അരപ്പ് ചേർക്കണത് എനിക്കത്ര താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ഐറ്റംസ് മാത്രമേ ചേർക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി അങ്ങനത്തെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഫിഷ് ഫ്രൈ ഒക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കരിയും. അപ്പോൾ അതെനിക്ക് ഇത്തിരി വിഷയമാണ്. ഇപ്പോൾ ലച്ചുവിന് മീൻ വറുത്തതിൻ്റെ മണം ഇഷ്ടമാണ്, പക്ഷേ മീനിൽ മുള്ളുണ്ടോ എന്നുള്ള പേടിയാണ്. അപ്പോൾ അവന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവന് വഴുതനങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വെറുതെ വഴുതനങ്ങ ഉപ്പും മുളക് പൊടി ഇട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. പക്ഷേ ഇത് ഇത്തിരി ഇങ്ങനെ സ്റ്റിഫായ രീതിയിലാണ് ഞാൻ വറുത്തിരിക്കണേ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പോലെ നല്ല ക്രിസ്പായിട്ടിരിക്കും കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ. നമുക്ക് കൃഷിഭവനിൽ നിന്ന് തൈ കിട്ടിയതാണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ബഡ്, അതായത് നമ്മളിതിവിടെ തിണ്ട് കെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതെങ്ങനെയൊക്കെയാണ് അതിൽ നിറച്ചിത് നട്ടിരിക്കണേന്ന്. നമ്മൾ വേറെ ഒരു വളവും അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇതിലുള്ള ആ ഫില്ലിംഗ് ആണ് ഇത്രയും അധികം നന്നായിട്ട് ഉണ്ടാവാനുള്ള കാരണം. നല്ല വെയിറ്റ് തൂങ്ങിയിട്ട് ഇതിങ്ങനെ താഴേക്ക് വരുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമുള്ളൂ. വേറെ നമ്മൾ ഒരു എന്താ പറയുക കീടനാശിനിയോ വളങ്ങളോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സീക്രട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ.